ഹലോ, ഇന്ന് നമ്മളൊരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കുക്കർ ബിരിയാണി എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു, അതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് റോസ്റ്റായിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ കൊഞ്ച് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊഞ്ചായിരുന്നാലും സവാള, ഉള്ളി ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സവാള നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരും. അപ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് നേരത്തെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക, ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾ തക്കാളിയാണ് അടുത്ത് ചേർക്കാൻ പോകുന്നത് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു റൈസിന് വേറൊരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും തൈര് ചേർക്കുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം ചേർത്ത് അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കൊഞ്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം കുക്കർ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ കൊഞ്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരി എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത് നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞ് വെച്ച് വീണ്ടും കുക്കർ കുറച്ച് നേരം അടച്ച് വെച്ച് കുറച്ച് നേരം അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര റൈസാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. പാകത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുക.
അധികം വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ ചിലപ്പോൾ 5 ഗ്ലാസ് വെള്ളമൊക്കെ വെക്കും. അത് അരിയുടെ വേവിനനുസരിച്ച് നിങ്ങൾ അതനുസരിച്ച് വെക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലാണ് ഇവിടെ കേട്ടത്. അപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. അധികം വെന്തിട്ടുമില്ല, വേവാതെ ഇരുന്നിട്ടില്ല. റൈസ് ഒന്നും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. റൈസ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാ നീര് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്.